ത്രിയേക ദൈവത്തിന് മഹത്വം. വലിയ നോമ്പിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനം കേൾക്കുന്നതിനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും നാം ഓരോരുത്തരും എടുക്കുന്ന വിലയേറിയ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ശരീരമാകുന്ന മൺപാത്രങ്ങൾ, വെസൽസ് ഓഫ് ക്ലൈ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ഈ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഓവ് എന്ന് പറഞ്ഞു. ഈ വാക്യം നമ്മെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവരാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാകുന്നുവെന്നും ദൈവരാജ്യത്തിൽ നമ്മൾക്ക് ചെല്ലണമെങ്കിൽ നമ്മുടെ അടിസ്ഥാന ചിന്താവിഷയമായ ശരീരമാകുന്ന മൺപാത്രത്തെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണമെന്നും ആ ശരീരമാകുന്ന മൺപാത്രം നമ്മൾ എങ്ങനെ കൊണ്ട് നടക്കണം എന്നും നമുക്ക് ഒന്ന് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 4:7 വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മുടെ ബൈബിളിൽ ഉടനീളം ശരീരമാകുന്ന മൺപാത്രത്തെക്കുറിച്ചും കുശവന്റെ കയ്യിലുള്ള കളിമണ്ണിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് ഈ വചനങ്ങളിൽ കൂടിയൊക്കെയും ദൈവം നമ്മോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദൈവം നമ്മെ മനോഹരമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മനുഷ്യർ എപ്പോഴും ബലഹീനതകളും പരിമിതികളും വിധിക്കപ്പെടുന്നവനുമാണ്. ദൈവരാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 47 വാക്യത്തിൽ സമുദ്രത്തിലെ വലയോടാണ് സദൃശ്യപ്പെടുത്തുന്നത്. വല സമുദ്രത്തിലിടുമ്പോൾ അതിലെല്ലാത്തരം മീനുകളും കുടുങ്ങുന്നു. എന്നാൽ അതിൽ നല്ലതും ഉപയോഗപ്രദവുമായതിനെ മാത്രം തിരഞ്ഞെടുക്കുന്നു. അതുപോലെ ലോകത്തിലെല്ലാവരും ദൈവരാജ്യത്തിലേക്കുള്ള വിളി കേൾക്കുന്നവരാണ്. എന്നാൽ തിരഞ്ഞെടുത്തവരെ മാത്രം ദൈവം അവസാന നാളിൽ ഉപയോഗിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 14 വാക്യം ഇങ്ങനെ പറയുന്നു: വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മുടെ ശരീരം ദൈവത്തിനായുള്ള ഉപകരണമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ ദൈവവിളിക്ക് അർഹരാകുകയുള്ളൂ. ഉൽപ്പത്തി 1-ാം അധ്യായം 27 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. മണ്ണിൽ നിന്നും രൂപം കൊണ്ട നാം ദൈവത്തിന്റെ പ്രഭാവം ധരിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരം താൽക്കാലികമാണ്, എന്നാൽ അതിൽ ദൈവം അമൂല്യമായൊരു ഭണ്ഡാരം നിക്ഷേപിച്ചിരിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. മൺപാത്രത്തിന്റെ സങ്കേതം മണ്ണിൽ നിന്നുണ്ടാകുന്നത് എല്ലാം ദുർബലമാണ്. എത്ര മനോഹരമായി കരുത്തോടുകൂടി ഉണ്ടാക്കിയതായാലും അതിൽ ശക്തിയായി എന്തെങ്കിലും ഒന്ന് വന്ന് വീഴുമ്പോഴോ അത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണുമ്പോഴോ ഉടഞ്ഞു പോകുന്നു. അതുപോലെ നാമും ദുർബലരാണ്. എന്നാൽ ദൈവശക്തി നമ്മളുടെ മേലുള്ളപ്പോൾ നമ്മളുടെ ദൗർബല്യത്തെ മാറ്റി ദൈവത്തിന്റെ ശക്തിയാൽ നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നു. കുശവന്റെ കൈവശമുള്ള കളിമണ്ണിനെ അവന്റെ ആവശ്യം പോലെയും രൂപത്തിലും ഭാവത്തിലും ഭംഗിയും മനോഹരവുമാക്കി തീർത്ത് അവന് ഉപയോഗപ്രദമായ പാത്രങ്ങളാക്കി മാറ്റുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ അവകാശിയായ ദൈവം തന്റെ ആഗ്രഹത്തിനും ആവശ്യത്തിനുമായി നമ്മെ പണിതെടുക്കുന്നു. നാം ഓരോരുത്തരും
പൊട്ടാകുന്ന പാത്രങ്ങളാകുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ അതിൽ നിന്നെല്ലാം വീണ്ടെടുക്കും. നമ്മുടെ തകർച്ചകളിൽ ദൈവം നമ്മെ പുതുക്കും. 2 കൊരിന്ത്യർ 12:9. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവം നമ്മുടെ തകരാറുകളെ, നമ്മുടെ കുറവുകളെ നന്മയ്ക്കാക്കി മാറ്റുന്നു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു ചെറിയൊരു കഥ കൊണ്ടുവരുന്നു. ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അവൻ ഒരു വരണ്ട വഴിയിലൂടെ തടാകത്തിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ 2 വലിയ ചട്ടികൾ ഉപയോഗിച്ച് പോകുമായിരുന്നു. ഈ ഓരോ ചട്ടിയും അവന്റെ തോളുകളിൽ ഒരു കമ്പ് കൊണ്ട് ഈ ചട്ടികൾ രണ്ടും 2 അറ്റത്ത് കെട്ടിയാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്. അവയിൽ ഒരു ചട്ടി പരിപൂർണമായിരുന്നു, ഒരു ചോർച്ചയില്ല, നല്ല ഭംഗിയുള്ളൊരു ഇതായിരുന്നു. അത് വെള്ളം നിറഞ്ഞ് വീട്ടിലെത്തുമായിരുന്നു. പക്ഷേ മറ്റൊരു ചട്ടി പൊട്ടലുള്ളതായിരുന്നു. ആ പൊട്ടലുള്ളത് കാരണം നിറച്ച വെള്ളത്തിൽ പാതിയോളം വഴിയിലേക്ക് പോകും. കൃഷിക്കാരൻ ഇത് ദിവസം പ്രതി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. 2 ചട്ടികളും തടാകത്തിൽ എത്തിച്ച് വെള്ളം നിറയ്ക്കും. എന്നാൽ പൊട്ടിയ ചട്ടിയിലെ വെള്ളം പകുതി ചോർന്ന് അത് വീട്ടിൽ കൊണ്ടുവരും. എന്നാൽ ഈ പൊട്ടിയ ചട്ടിക്ക് അതിന്റെ പൊട്ടലിനെ കുറിച്ച് ഭയങ്കര ലജ്ജയായി. ചട്ടി തന്നെ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് ഈ പൊട്ടൽ കാരണം ആവശ്യമായ സേവനം എന്റെ യജമാനന് നൽകാൻ കഴിയുന്നില്ല. അത് മറ്റേ ചട്ടി പോലെ ആയിത്തീരണമെന്ന് ആശിച്ചു. ഒരു ദിവസം തടാകത്തിൽ വെള്ളം നിറയ്ക്കുമ്പോൾ പൊട്ടിയ ചട്ടി ഈ കൃഷിക്കാരനോട് സംസാരിച്ചു. ഞാൻ തികച്ചും ലജ്ജിക്കുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കൃഷിക്കാരൻ ഈ ചട്ടിയോട് ചോദിക്കാണ്, എന്തിനാണ് ലജ്ജ? ചട്ടി മറുപടി പറഞ്ഞു, എനിക്കുള്ള പൊട്ടലിന്റെ കാരണം, അതുകൊണ്ട് എന്നെ വേണ്ടുന്ന രീതിയിൽ നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നിലുള്ള പകുതി വെള്ളവും ഞാൻ പോകുന്ന വഴിയിൽ നഷ്ടമാക്കിയിട്ടാണ് നിനക്ക് വീട്ടിലെത്താൻ പറ്റുന്നത്. ഈ പൊട്ടൽ എനിക്കില്ലായിരുന്നെങ്കിൽ നിനക്ക് അത്രയും കൂടി വെള്ളം കിട്ടുമായിരുന്നു. എന്റെ അപൂർണത കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായ സേവനം നൽകാൻ കഴിയാത്തതിലാണ് ഞാൻ ലജ്ജിക്കുന്നത്. അപ്പൊ ഈ കൃഷിക്കാരൻ പൊട്ടിയ ചട്ടിയിലേക്ക് വളരെ കാരുണ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ചട്ടിയെ, നീ എനിക്ക് ഒരു തകർച്ചയല്ല. ഇന്ന് വീട്ടിലേക്കുള്ള വഴി നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. വഴി മുഴുവൻ ഉണ്ടാകുന്ന മനോഹരമായ പൂക്കൾ നീ ഒന്ന് നോക്കണം. അപ്പൊ ഈ ചട്ടിയും കൃഷിക്കാരനും വഴിയെ കൂടെ പോകുമ്പോൾ ചട്ടി ആദ്യമായി തന്നെ അതിന്റെ കണ്ണുകൾ തുറന്ന് ശ്രദ്ധിച്ചു. അതിന്റെ വശത്തുകൂടി ചിതറി നിൽക്കുന്ന മനോഹരമായ പൂക്കൾ അത് കണ്ടു. വീട്ടിലെത്തിയപ്പോൾ കൃഷിക്കാരൻ ചട്ടിയോട് പറഞ്ഞു, നീ ശ്രദ്ധിച്ചോ, പൂക്കൾ വളർന്നിരിക്കുന്നത് മാത്രം നിന്റെ വശത്താണ്, മറുവശത്ത് അതൊന്നുമില്ല. കാരണം ഞാൻ നിന്റെ പൊട്ടലിനെ കുറിച്ച് അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ ആ വശത്തേക്ക് പൂക്കൾ നട്ടു, വിത്തുകൾ പാകി. നീ തടാകത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ വെള്ളം ചോരുമ്പോൾ അതുപോലും വെറുതെയല്ല, നീ ഈ പൂക്കളെ വളർത്തുകയായിരുന്നു. ഇപ്പോൾ ഈ വഴിയിലൂടെ നടക്കുന്ന എല്ലാവരും ഈ മനോഹരമായ പൂക്കളെ നോക്കി സന്തോഷിക്കുന്നു. നീ അതിനൊരു കാരണക്കാരനാണ്. ഈ കഥയിൽ നിന്ന് ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നമ്മളുടെ രൂപഭാവങ്ങളെ നോക്കിയല്ല ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഒരു ചെറിയ പ്രവൃത്തി പോലും അത് അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ നമ്മളിൽ ദൈവത്തിന് കഴിയും. നമ്മൾ ദൈവഹിതം നിറവേറ്റുന്ന പാത്രങ്ങളായി തീരുക. ദൈവഹിതം നിറവേറ്റുന്ന പാത്രങ്ങളായി നമ്മുടെ ശരീരത്തെ മാറ്റുക. നമ്മുടെ ശരീരം വെടിപ്പുള്ള പാത്രങ്ങളായി മാറുക. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികളും ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ അവകാശമായ നമ്മുടെ ശരീരം ലോകാസക്തികൾക്കും മദ്യത്തിനും ലഹരിയുടെ ഉപയോഗങ്ങൾക്കും മൂലം കളങ്കപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും. നമ്മൾ പൈശാചികതയ്ക്ക് നമ്മുടെ ശരീരത്തെ കീഴടങ്ങുന്നു. 2 തിമോത്തിയോസ് 2:20-21 വാക്യങ്ങൾ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ള ചിലതും ഉണ്ട്. ചിലത് മാനകാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു, ചിലത് ഹീനകാര്യത്തിനായി ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന്
തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ദൈവഹിതം നോക്കി നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ദൈവത്തോടനുസരിച്ച് നടക്കണം. സത്യത്തിൽ ജീവിക്കുക, പാപം വിട്ടൊഴിഞ്ഞ് ദൈവത്തിന്റെ തിരുവചനം പാലിക്കുക. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയത്തിൽ ആത്മീയ ജീവിതത്തിനു വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാകണം. നാം ദൈവത്തിന്റെ കയ്യിലെ മൺപാത്രങ്ങൾ ആകുന്നു. നമ്മുടെ ദുർബലതയിലും ദൈവം മഹത്വം പ്രാപിക്കണം. ദൈവം നമ്മെ വിശുദ്ധ പാത്രങ്ങളാക്കി നിർമ്മിച്ചിരിക്കുന്നു. ആ പരിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കാം. നമ്മുടെ ശരീരമാകുന്ന മൺപാത്രത്തെ നാം കാത്തു സൂക്ഷിക്കുമ്പോൾ അവസാന നാളിൽ ദൈവം നമ്മുടെ ചേർക്കാൻ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നല്ലതിനെയും തീയതിനെയും തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നമ്മളും ഭാഗവാക്കാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ നിന്റെ കയ്യിലുള്ള മൺപാത്രങ്ങളാകട്ടെ. ഞങ്ങളുടെ തകരാറുകളും തകർച്ചകളും നീ മാറ്റുകയും ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞങ്ങളെ ഉണർത്തണമേ. ആമേൻ.